ലെക്ചേഴ്സ് ആണല്ലോ. കോൺട്രാക്ട് ആക്ടില് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ക്ലാസ്സസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. കോൺട്രാക്ട് ആക്ടില് നമ്മൾ 1-2 ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓഫർ എന്താണ് ഓഫർ, എന്താ അക്സെപ്റ്റൻസ്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻസ്, അതോടൊപ്പം തന്നെ അക്സെപ്റ്റൻസ് എന്താ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾ ഒരു ലോ ആസ്പിരന്റ് ആണ് അല്ലെങ്കിൽ ഒരു LLB സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സസ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് കോൺട്രാക്ടിന്റെ വാട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്, ഏതെല്ലാം എഗ്രിമെന്റുകളാണ് കോൺട്രാക്ട് ആകുന്നത് എന്നാണ് സെക്ഷൻ 10 പറയുന്നത്. സെക്ഷൻ 10 കോൺട്രാക്ട് ആക്ടിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. സെക്ഷൻ 10 പറയുന്നത് എന്തെല്ലാം എഗ്രിമെന്റുകളാണ് കോൺട്രാക്ട് ആകുന്നത്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആകുമോ? ഇല്ല. കാരണം കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ എന്താ? സെക്ഷൻ 2 clause H നമ്മൾ കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ കോൺട്രാക്ട് ആകുന്നത്. അപ്പോൾ ലോ വഴിയായിട്ട് എൻഫോഴ്സിബിൾ ആകുന്ന, പ്രാബല്യത്തിലാക്കി എടുക്കാൻ പറ്റുന്ന എഗ്രിമെന്റ് മാത്രമേ എന്താവുള്ളൂ? കോൺട്രാക്ട് ആകുള്ളൂ. അപ്പൊ എല്ലാ എഗ്രിമെന്റും ലോ വഴിയായിട്ട് പ്രാബല്യത്തിലാക്കി എടുക്കാൻ പറ്റിയില്ല എങ്കിൽ അതെന്താവില്ല? കോൺട്രാക്ട് ആവില്ല. പക്ഷെ എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെന്റ് ആണ്. കൺഫ്യൂഷൻ വേണ്ട. കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പൊ അതിൽ എന്തായാലും ഒരു എഗ്രിമെന്റ് ഉണ്ട്. സോ കോൺട്രാക്റ്റുകൾ എല്ലാം എഗ്രിമെന്റ് ആണ്. പക്ഷെ എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആവില്ല. എങ്ങനെയുള്ള എഗ്രിമെന്റ് ആവുന്നത്? നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന എഗ്രിമെന്റ് മാത്രമേ കോൺട്രാക്ട് ആവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ആകുന്നത്? എഗ്രിമെന്റ്. അപ്പൊ ഒരു എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ആക്കി നിയമപ്രകാരം പ്രാബല്യത്തിലാക്കി എടുത്ത് കോൺട്രാക്ട് ആവണമെങ്കിൽ അതിന് എന്തൊക്കെ കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വേണ്ടത്? അതാണ് സെക്ഷൻ 10 പറയുന്നത്. എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ആവണമെങ്കിൽ അപ്പൊ ഈ ഒരു എൻഫോഴ്സിബിലിറ്റിക്ക് വേണ്ട ക്രൈറ്റീരിയ എന്താണ്, മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്നാണ് സെക്ഷൻ 10 പറയുന്നത്. ഒരു എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ആവണം, പ്രാബല്യത്തിലാക്കി എടുക്കാൻ നിയമപ്രകാരം പറ്റണമെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് സെക്ഷൻ 10 പറയുന്നുണ്ട്. വാട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്, എന്തൊക്കെ എഗ്രിമെന്റുകളാണ് കോൺട്രാക്ട് ആവുന്നതെന്ന്. അപ്പൊ നമുക്ക് നോക്കാം. ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്, എല്ലാ എഗ്രിമെന്റും കോൺട്രാക്റ്റാ. എങ്ങനെയാണെങ്കിൽ നിർത്തി വായിക്കണം. ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെന്റ്, ഫ്രീ കൺസെന്റോട് കൂടിയാണെങ്കിൽ, കൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതമാണ്, അത് ഫ്രീ ആയിട്ടുള്ള കൺസെന്റ്. അപ്പൊ എന്താ ഈ ഫ്രീ ആയിട്ടുള്ള കൺസെന്റ്? അത് നമുക്ക് നോക്കാം. ആരുടെ ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് വേണ്ടേ? ഓഫ് ദ പാർട്ടീസ് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കോമ്പീറ്റന്റ് എന്ന് പറഞ്ഞാൽ അർഹതയുള്ള, എലിജിബിലിറ്റി ഉള്ള. അപ്പൊ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് എലിജിബിലിറ്റി ഉള്ള പാർട്ടീസിന്റെ, വ്യക്തികളുടെ ഫ്രീ ആയിട്ടുള്ള കൺസെന്റോട് നേടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരിക്കണം. എന്നാലേ അത് കോൺട്രാക്ട് ആവുള്ളൂ. പിന്നെ എന്താ വേണ്ടേ? ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ, ലോഫുൾ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ അവിടെ വേണം. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് ഇൻ റിട്ടേൺ, എന്തെങ്കിലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞത്. ക്യൂട്ട് പ്രോക്കോ എന്നൊക്കെ പറയും. അതായത് എന്തെങ്കിലും തിരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ബെനിഫിറ്റ് കിട്ടണം. അത് എങ്ങനെയുള്ള കൺസിഡറേഷൻ ആയിരിക്കണം? ലോഫുൾ ആയിരിക്കണം, നിയമപ്രകാരമുള്ള കൺസിഡറേഷൻ ആയിരിക്കണം. അതായത് ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടിയത് കഞ്ചാവാണെങ്കിൽ ഇത് ലോഫുൾ കൺസിഡറേഷൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നത്? അല്ല. അപ്പൊ ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ആയിരിക്കണം. പിന്നെ ഒബ്ജക്റ്റ് ലോഫുൾ ആയിരിക്കണം. ലോഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് വേണ്ടി, കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ കിഡ്നാപ്പ് ചെയ്യാൻ, മർഡർ ചെയ്യാനായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് ലോഫുൾ ആണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ളത് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല നിയമപ്രകാരം. അപ്പൊ ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കണം. പിന്നെ എന്തായിരിക്കണം? ആർ നോട്ട് hereby expressly declared to be void. നോട്ട് ഹിയർബൈ എക്സ്പ്രസ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് നിയമപ്രകാരം, നമ്മുടെ ഏത് നിയമത്തിന്റെ അണ്ടറിലാണോ നമ്മളുടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ലോയുടെ അണ്ടറിൽ വോയിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റും ആവരുത്. അതായത് നോട്ട് ഹിയർബൈ എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ്. വോയിഡ് എന്ന് പറഞ്ഞാൽ അസാധു, അസാധു ആണെന്ന് ഇന്ത്യയിലെ ഒരു നിയമം വഴിയായിട്ടും ഡിക്ലെയർ ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റും ആവരുത്. ഇത്രയും ആണെങ്കിൽ മാത്രമേ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആവുള്ളൂ. അപ്പൊ അതില് എന്താണ് ഈ ഫ്രീ കൺസെന്റ് ഓഫ് പാർട്ടീസ് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്? ഏത് പാർട്ടീസിന്റെ ആണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള, കോമ്പീറ്റന്റ് തന്നെ അർഹതയുള്ള പാർട്ടീസിന്റെ ഫ്രീ കൺസെന്റാ വേണ്ടത്. അപ്പൊ ആരൊക്കെ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പീറ്റൻസി, പാർട്ടീസിന്റെ കോമ്പീറ്റൻസി എന്തൊക്കെയാ, അർഹത എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് സെക്ഷൻ 11 പറയുന്നത്. ഈ സെക്ഷനും നിങ്ങൾ ഓർത്തു വെക്കണം. സെക്ഷൻ 11 കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള പാർട്ടീസിന്റെ, ആരൊക്കെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കോമ്പീറ്റന്റ് ആയ പാർട്ടീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത് സെക്ഷൻ. എവറി പേഴ്സൺ ഈസ് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്, എല്ലാ വ്യക്തികളും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അർഹതയുള്ള വ്യക്തികളാണ്. എങ്ങനെയാണെങ്കിൽ
ഹു ഈസ് ഓഫ് ഏജ് ഓഫ് മെജോറിറ്റി, അതായത് മെജോറിറ്റി ഏജ് ആയിരിക്കണം ഏതനുസരിച്ച് അക്കോർഡിംഗ് ടു ദ ലോ വിച്ച് ഹി ഈസ് സബ്ജക്റ്റ്. അവർ ഏത് നിയമത്തിന്റെ അടിസ്ഥാനമായിട്ടാണോ ജീവിക്കുന്നത് ആ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മെജോറിറ്റി ഏജ് ആയിരിക്കണം, പ്രായപൂർത്തി ആയിരിക്കണം. നമ്മൾ ഇന്ത്യൻ ലോ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് എന്ന നിയമം അനുസരിച്ചുകൊണ്ട് നമ്മൾ മേജർ ആയിരിക്കണം. അതായത് 18 വയസ്സാണ് അതിൽ മെജോറിറ്റി പറയുന്നത്. അപ്പൊ മെജോറിറ്റി നമ്മൾ അറ്റൈൻ ചെയ്തിരിക്കണം. ഒന്ന് മേജർ ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, മേജർ ആയിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ എന്തായിരിക്കണം, ഹു ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, ബോധവാനായിരിക്കണം. അതായത് നമ്മൾ മെന്റലി ഫിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും മാനസിക നില തെറ്റിയതോ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ നമ്മൾ കോമ്പീറ്റന്റ് അല്ല, എലിജിബിൾ അല്ല. അപ്പോൾ ഒന്ന് ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം. പിന്നെ 2 വേണ്ടത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. പിന്നെ അടുത്തത് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ എനി ലോ വിച്ച് ഹി ഈസ് സബ്ജക്ട്. നമ്മൾ ഏത് നിയമത്തിന്റെ അടിസ്ഥാനമായിട്ടാണോ ജീവിക്കുന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യുക. ഡിസ്ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അനർഹരാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തികളാവരുത്. അതായത് നമുക്ക് അർഹതയില്ല ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ, നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്തേക്കാണ്, റിജക്ട് ചെയ്തേക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തികളും ആവരുത്. ഇങ്ങനെ ഒന്നും അല്ലാത്ത പക്ഷം ഈ 3 കാര്യങ്ങളും നമ്മൾ അവിടെ പാലിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള എല്ലാ പേഴ്സൺസിനും, ഈ 3 കാര്യങ്ങളും ഉള്ള എവരി പേഴ്സൺസും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കോമ്പീറ്റന്റ് ആണെന്നാണ് സെക്ഷൻ 11 പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു മേജർ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇൻ കേസ് മൈനർ ആണെങ്കിലോ 18 വയസ്സിൽ താഴെയാണെങ്കിലോ മൈനറിന്റെ കാര്യം നമ്മൾ നോക്കുന്നത്. ഇപ്പൊ മൈനർ എന്ന് പറയുന്നത് എഗ്രിമെന്റ് വിത്ത് ഓർ ബൈ എ മൈനർ, അതായത് ഒരു മൈനർ ഏർപ്പെടുന്ന എഗ്രിമെന്റോ അല്ലെങ്കിൽ മൈനറുമായിട്ട് ഏർപ്പെടുന്ന ഒരു എഗ്രിമെന്റോ വോയിഡ് അബിനീഷ്യോ, വോയിഡ് എന്ന് പറഞ്ഞാൽ അസാധുവാണ്. വോയിഡ് അബിനീഷ്യോ എന്താന്ന് ഞാൻ ലാറ്റിൻ മാക്സിംസിന്റെ അല്ലെങ്കിൽ ലീഗൽ മാക്സിംസിന്റെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ട്. വോയിഡ് അബിനീഷ്യോ എന്ന് പറഞ്ഞാൽ, വോയിഡ് എന്ന് പറഞ്ഞാൽ അസാധുവാ, അബിനീഷ്യോ, ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ, തുടക്കം തൊട്ടേ, ബിഗിനിങ്, ഇനീഷ്യൽ എന്ന് പറയില്ലേ ബിഗിനിങ്, അത് തന്നെയാണ് പറയുന്നത്. വോയിഡ് അബിനീഷ്യോ എന്ന് പറഞ്ഞാൽ വോയിഡ് ഫ്രം ദ വെരി ബിഗിനിങ്, തുടക്കം മുതലേ അസാധുവാ. അതിനെ അസാധുവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു എഗ്രിമെന്റ് നമ്മൾ മൈനറുമായിട്ടോ അല്ലെങ്കിൽ മൈനറിനോടൊപ്പമാണ് നമ്മൾ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നതെങ്കിൽ ആ എഗ്രിമെന്റ് നമുക്ക് ഒരിക്കലും എൻഫോഴ്സ് ചെയ്ത് പ്രാബല്യത്തിലാക്കി എടുക്കാൻ പറ്റില്ല നിയമപ്രകാരം. അത് വോയിഡ് അബിനീഷ്യോ, അതായത് തുടക്കം മുതലേ, ഫ്രം ദ വെരി ബിഗിനിങ്, തുടക്കം മുതലേ എന്താണ്, അത് അസാധുവായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിട്ടാണ് നിയമപ്രകാരം കണക്കാക്കുന്നത്. മൈനറുമായിട്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ട ഇപ്പൊ ഇതിലൊരു കേസ് ഉണ്ട്, ഈ കേസ് ഓർക്കാം. മൈനറുമായിട്ടുള്ള എഗ്രിമെന്റിൽ ഈ ഒരു നമുക്ക് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് വോയിഡ് അബിനീഷ്യോ ആണ്, അസാധുവാണ് തുടക്കം മുതലേ എന്ന് പറഞ്ഞൊരു കേസാണ് മൊഹീരി ബിബി, MOHIRI ആണ്, മൊഹീരി ബിബി വേഴ്സസ് ധർമ്മദാസ് ഗോസർ, DHARMADAS, ധർമ്മദാസ് ഗോസർ, GHOSE. അപ്പൊ ധർമ്മദാസ് ഗോസ് എന്ന് പറഞ്ഞ കേസ്. അപ്പൊ ഈ കേസിൽ എന്തായിരുന്നു വെച്ചാൽ ഒരു കുട്ടിയുമായിട്ട്, മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയുമായിട്ടാണ് എഗ്രിമെന്റിൽ ഏർപ്പെട്ട സമയത്ത് കുട്ടി പറഞ്ഞ അനുസരിച്ച് എന്ത് ചെയ്തു, കുട്ടിക്ക് പൈസയൊക്കെ കൊടുത്തു. പക്ഷെ ആ പൈസ തിരിച്ചു കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി കേസിന് പോയി. ഡിഫൻഡന്റ്, എതിർകക്ഷിയായ വ്യക്തി കേസിന് പോയ സമയത്ത് എന്ത് ചെയ്തു, കോടതി പറഞ്ഞു മൈനറുമായിട്ട് നിങ്ങൾ എഗ്രിമെന്റിൽ ഏർപ്പെട്ടെങ്കിൽ ഇനി ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സ് ചെയ്ത് പ്രാബല്യത്തിലാക്കി എടുക്കാൻ പറ്റില്ല, മൈനറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനായിട്ടും സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്, മൈനറുമായി എഗ്രിമെന്റിൽ ഏർപ്പെട്ടപ്പോൾ നോക്കി വേണമായിരുന്നു. സോ അത് വോയിഡ് അബിനീഷ്യോ, തുടക്കം മുതൽ അസാധുവായിട്ടാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. സിമ്പിൾ ആയിട്ട് ഞാൻ ആ കേസ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഫാക്ടിന്റെ കാര്യമൊന്നും ഇല്ല. അത്യാവശ്യം ഈ പറയുന്ന സംഭവം എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ആ കേസ് അതിലെയാണെന്ന് ഓർക്കാം. പിന്നെ മൈനറിന് ബെനഫിഷ്യറി ആവാം, ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റില് മൈനറിന് ബെനഫിഷ്യറി ആവാം. അതായത് എനിക്ക് വേണ്ടി എന്റെ അച്ഛന്, ഇപ്പൊ ഞാൻ മൈനറാണെന്ന് വിചാരിച്ചോ, ഇപ്പൊ എനിക്കൊരു 17 വയസ്സുള്ളൂ അല്ലെങ്കിൽ 10 വയസ്സുള്ളൂ എന്ന് വയ്ക്കുക. അപ്പൊ 10 വയസ്സുള്ള എനിക്ക് വേണ്ടിയിട്ട് എന്റെ അച്ഛൻ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, എനിക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത്, എനിക്ക് വേണ്ടിയിട്ട് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതെങ്കിൽ പോലും ഞാൻ ബെനിഫിഷ്യറി അല്ലേ, അച്ഛനല്ലേ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടെ, സോ കുഴപ്പമില്ല. അപ്പൊ മൈനറിന് വേണമെങ്കിൽ ബെനിഫിഷ്യറി ആവാം, ആ കോൺട്രാക്റ്റിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആളാവാം, പക്ഷെ പാർട്ടി ആവാൻ പറ്റില്ല. പാർട്ടി ആവാൻ മൈനർ പോയാൽ എന്താവും, ആ കോൺട്രാക്ട് വോയിഡ് അബിനീഷ്യോ ആവും, തുടക്കം മുതലേ വോയിഡ് ആയി പോകും, നമുക്കത് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത പറഞ്ഞ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബോധവാനായിരിക്കണം. ഇനിയിപ്പോ ഇൻ കേസ് അൺസൗണ്ട് മൈൻഡ് ആണെങ്കിലോ, അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബോധവാനായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പൊ അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ, അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് ഇൻസൈൻ അല്ലെങ്കിൽ ലുനാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഇൻസൈൻ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ലുനാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എന്താ, അതിനെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മെന്റലി ഫിറ്റ് അല്ലാത്ത ഒരു വ്യക്തി, അതിനെയാണ് പറയുന്നത്. ഇൻസൈൻ അല്ലെങ്കിൽ ലുനാറ്റിക് എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ അർത്ഥം അൺസൗണ്ട് മൈൻഡ് എന്ന് തന്നെയാണ്, സൗണ്ട് അല്ലാത്ത വ്യക്തി. അപ്പൊ നമ്മൾ സൗണ്ട് അല്ലാത്തൊരു വ്യക്തി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അത് നമുക്ക് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് വോയിഡ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നോർമലി നമുക്ക് അത് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ യൂഷ്വലി അൺസൗണ്ട് മൈൻഡാ എപ്പോഴും. ഇപ്പൊ സപ്പോസ് എനിക്ക് എപ്പോഴും അൺസൗണ്ട് മൈൻഡ് ഉണ്ട്, എപ്പോഴും സ്വാഭാവികമായിട്ടും ഞാൻ എന്തെങ്കിലും മെന്റലി ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഒക്കേഷണലി ചില സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൗണ്ട് ആവും, ബോധവാനാകും.
യൂഷ്വലി ഞാൻ അൺസൗണ്ട് മൈൻഡ് ആയ ഒരു വ്യക്തിയാണ്, പക്ഷെ ഒക്കേഷണലി ചില സമയങ്ങളിൽ ഞാൻ എന്താവും, സൗണ്ട് ആവും, ബോധവാനായ ഒരു വ്യക്തിയാകും. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ മേക്ക് ചെയ്യാനായിട്ട് പറ്റും, അതായത് കോൺട്രാക്ട് ഏർപ്പെടാനായിട്ട് പറ്റും. ഞാൻ ആ ഏർപ്പെടുന്ന കോൺട്രാക്ട് വാലിഡുവാ, നിയമപ്രകാരം വാലിഡുമാണ്. അതെങ്ങനെയാ, ഞാൻ എപ്പോ ഏർപ്പെടണം, ഒക്കേഷണലി സൗണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബോധവാനാവും എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ഒക്കേഷണലി സൗണ്ട് ആകുമ്പോൾ അറ്റ് ദാറ്റ് ടൈം ഞാൻ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ കോൺട്രാക്ട് എന്തായിരിക്കും, വാലിഡ് ആയിരിക്കും, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് മൈൻഡ് ആകുമെങ്കിൽ, അതായത് നോർമലി അൺസൗണ്ട് മൈൻഡ് ആണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൗണ്ട് ആവുമെങ്കിൽ ആ സൗണ്ട് മൈൻഡ് ആവുന്ന സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അത് വാലിഡ് ആയിട്ട് കണക്കാക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ്, അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവരുത്, അതായത് അയാൾക്ക് അർഹതയില്ല എന്ന് നിയമം പറഞ്ഞ ഒരു വ്യക്തി ആവരുത്. അതായത് അതെങ്ങനെയുള്ള വ്യക്തികളാ, ഇപ്പൊ ഈ വാറിന്റെ സമയത്ത്, യുദ്ധമൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് ഏലിയൻ എനിമി ആയിട്ട്, അതായത് ശത്രുതയുള്ള ബാക്കിയുള്ള കൺട്രീസ് ഏലിയൻ എനിമീസുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അത് നമുക്ക് നിയമപ്രകാരം പ്രാബല്യത്തിലാക്കി എടുക്കാൻ പറ്റില്ല, വോയിഡ് ആണ്, അൺഎൻഫോഴ്സിബിൾ ആണെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള പേഴ്സൺസിനെയൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള വ്യക്തികൾ, ഇപ്പൊ അല്ലെങ്കിൽ കോർപ്പറേഷൻസ്, അംബാസിഡേഴ്സ്, ഇങ്ങനെയുള്ള അതർ പേഴ്സൺസിനും എന്ത് വരുന്നുണ്ട്, ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉള്ള പേഴ്സൺസിന് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അതെന്തായിരിക്കും, വോയിഡ് ആയിരിക്കും, അൺഎൻഫോഴ്സിബിൾ ആയിരിക്കും, നമുക്ക് പ്രാബല്യത്തിലാക്കി എടുക്കാനും പറ്റില്ല. അപ്പൊ ഇതാണ് പറയുന്നത് ഏതൊക്കെ പാർട്ടീസ് ആണ് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട് എന്ന്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് കോമ്പീറ്റന്റ് ആയിട്ടുള്ള വ്യക്തികൾ ആരാണെന്ന്. അപ്പൊ അർഹരായിട്ടുള്ള വ്യക്തികൾ, കോമ്പീറ്റന്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ഉള്ള വ്യക്തികള് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ളവരുടെ ഫ്രീ കൺസെന്റ് വേണം എന്ന് പറഞ്ഞു. ഫ്രീ കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതം. ഇപ്പൊ കോൺട്രാക്ട് ആക്ടില് സെക്ഷൻ 13 കൺസെന്റിനെ കുറിച്ച് പറയുന്നത്. കൺസെന്റിനെ കുറിച്ച് പറയുന്ന ഒരു മാക്സിമം ഉണ്ട്, കൺസെൻസസ് ആഡ് ഇഡം. അത് ഓർക്കുക, കൺസെൻസസ് ആഡ് ഇഡം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഓഫ് മൈൻഡുകൾ തമ്മിലുള്ള, അതായത് മനസ്സുകൾ തമ്മിലുള്ള ഒരു ഒരുമ വേണം. കൺസെന്റിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാ പറയുന്നത്, 2 or more പേഴ്സൺസ്, 2 or 2 കൂടുതലോ പേഴ്സൺസ് ആർ സെറ്റ് ടു ബി കൺസെന്റ്. അവിടെ സമ്മതം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, when they agree upon the same thing in the same sense, അതായത് ഒരേ കാര്യം ഒരേ രീതിയിൽ തന്നെ അവർ അംഗീകരിക്കുമ്പോൾ കണക്കാക്കുമ്പോഴാണ് കൺസെന്റ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോ പറയുന്നു എനിക്ക് അംബാസിഡറും ഉണ്ട്, സ്വിഫ്റ്റ് കാറും ഉണ്ട്, ഞാനൊരു കാറ് തരാമെന്ന് പറയുന്നു, അയാൾ വിചാരിച്ചത് അംബാസിഡർ ആണ്, ഞാൻ മനസ്സിൽ വിചാരിച്ച സ്വിഫ്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഒരേ കാറ്, ഇപ്പൊ ഒരേ ഇത് തന്നെയാണ്, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചത് അംബാസിഡർ കാര്യം തന്നെയാണ് എങ്കിൽ, അപ്പൊ സെയിം തിങ് സെയിം സെൻസിൽ തന്നെ എഗ്രി ചെയ്യുക, അവിടെ എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ് എങ്കിൽ അതിനെ നമുക്ക് കൺസെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റും. കൺസെൻസസ് ആഡ്, മനസ്സുകൾ തമ്മിൽ ഒരു ഒരുമ വേണം, അതിനെയാണ് പറഞ്ഞത്. സെയിം തിങ് സെയിം സെൻസിൽ തന്നെ, സെയിം കാര്യം സെയിം രീതിയിൽ തന്നെ എഗ്രി ചെയ്യണം. ഇനി ഫ്രീ കൺസെന്റ്, അപ്പൊ അതാണ് കൺസെന്റ്. ഇനി ഫ്രീ കൺസെന്റ് എന്താ, സെക്ഷൻ 14 ഫ്രീ കൺസെന്റിനെ കുറിച്ച് പറയുന്നത്. ഒരു കൺസെന്റ് ഫ്രീ ആണെന്ന് പറയണമെങ്കിൽ, കൺസെന്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ, ഒരു കൺസെന്റ് ഫ്രീ ആണെന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കോസ് ചെയ്ത് ഉണ്ടായ കൺസെന്റ് ആവും. കോസ് എന്ന് പറഞ്ഞാൽ ഇതുവഴിയായിട്ടൊന്നും കാരണമായിട്ടുള്ള കൺസെന്റുകളാണെങ്കിൽ അതിനെ ഫ്രീ കൺസെന്റ് എന്ന് പറയില്ല. അപ്പൊ എന്തൊക്കെ ഈ പറയുന്ന കാര്യങ്ങള്, 1 കൊയേഷൻ, 2 അൺഡു ഇൻഫ്ലുവൻസ്, 3 ഫ്രോഡ്, 4 മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്. ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ വഴിയായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സമ്മതം കൺസെന്റ് ആണെങ്കിൽ അത് ഫ്രീ ആയിട്ടുള്ള കൺസെന്റ് ആകില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഓരോരോ എലമെന്റ്സ് എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ക്ലിയർ ആസ്പിരൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം.